ചതുപ്പുനിലങ്ങളിലും പറമ്പുകളിലും വഴിയരികിലും സമൃദ്ധമായി കാണുന്ന ചെടിയാണ് ആനത്തകര അല്ലെങ്കിൽ ചക്രത്തകര. 2 മുതൽ 3 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന സസ്യമാണിത്. കമ്പുകൾക്കു ബലം കുറവാണ്. വൃത്താകാരത്തിലുള്ള ഇലകൾക്ക് ഇളം പ്രായത്തിൽ നല്ല പച്ചനിറം, മൂപ്പെത്തുമ്പോൾ നിറം മങ്ങും. മൂപ്പെത്താത്ത ഇലകൾ ഭക്ഷ്യയോഗ്യമാണ്. ഔഷധങ്ങളുടെ കലവറയാണ് തകര. മനുഷ്യനും ജന്തുക്കൾക്കും തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ആനത്തകരയില ഫലപ്രദം. പശുക്കളുടെ അകിടിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾക്ക് തകരയില അരച്ചു പുരട്ടാം. പൂക്കൾ മഞ്ഞനിറത്തിൽ ഗോപുരം പോലെയാണ് കാണുക. പ്രമേഹരോഗികൾ ഈ പൂവ് ഉണക്കി പൊടിച്ചു ദിവസേന കഴിച്ചാൽ രോഗശമനമുണ്ടാകുമെന്ന് കേൾക്കുന്നു. ബഹുഭൂരിപക്ഷം ആളുകളുടെയും സ്വകാര്യ ദുഃഖമാണ് തുടയിടുക്കുകളിലെ ഫംഗസ് ബാധയും അതേ തുടർന്നുള്ള കറുപ്പ് നിറവും. അത്തരം ഫംഗസ് ബാധയ്ക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ് ആനത്തകര. ചുണങ്ങ്, ചിരങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി എന്നിവയ്ക്കെല്ലാം ആനത്തകരയുടെ തളിരില അരച്ചു ചെറുനാരങ്ങ നീരും ചേർത്ത് ഇട്ടാൽ മോചനം ലഭിക്കും. ഇല തൈർ ചേർത്തരച്ചു ചെമ്പ് പാത്രത്തിൽ ഒരു രാത്രി വച്ച ശേഷം പുരട്ടിയാൽ പുഴുക്കടി ഭേദമാവും. പോന്തകര, മലന്തകര, പുഴുക്കടിത്തകര എന്നൊക്കെ വിളിക്കപ്പെടുന്ന കുറ്റിച്ചെടിയായി ദക്ഷിണേന്ത്യയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഈ സസ്യത്തെ കണ്ടറിയാത്തവരുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇതിന്റെ ഇലയും പൂവും വേരും ഔഷധയോഗ്യമാണ്. ത്വക്ക് രോഗങ്ങൾക്ക് ഒറ്റമൂലികയായി പണ്ടുകാലം മുതൽക്കേ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചു പോരുന്നതായി പറയപ്പെടുന്നു. ഇലയും പൂവും കഷായമാക്കി കവിളിൽ കൊള്ളുന്നത് വായ്പുണ്ണ് മാറ്റുവാൻ നന്ന്. ഇതിന്റെ ഇല ഇടിച്ചു നീരെടുത്ത് പകുതി ഭാഗം ചെറുനാരങ്ങാനീരും അല്പമുപ്പും ചേർത്ത് യോജിപ്പിച്ച് തേച്ചു കുളിക്കുന്നത് കറുത്ത ചുണങ്ങും ചൊറിച്ചിലും മാറ്റുവാൻ ഏറെ നന്ന്. കന്നുകാലികളിൽ കാണുന്ന വട്ടച്ചോറി, മണ്ടരി മുതലായ രോഗത്തിന് ആനത്തകരയും പച്ചമഞ്ഞളും ആവണക്കിലയും ആര്യവേപ്പിലയും സമം ചേർത്ത് വെണ്ണ പോലെ പാകത്തിന് അരച്ച് പുറമേ പുരട്ടിയാൽ ശമനമുണ്ടാകും. ഇലകൾ കഴിച്ചാൽ വാത, പിത്ത, കഫരോഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുമെന്നും പഴമക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗത്തിനും ഇതിന്റെ വിത്ത് അരച്ച് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇല ഞെരടിപ്പിഴിഞ്ഞാൽ രൂക്ഷഗന്ധമുണ്ടാകും. കായകൾ നേർത്തു നീളം കൂടിയവയാണ്. ഓരോ കായിലും 20-30 വിത്തുകൾ ഉണ്ടാകും. വിത്തുകൾ വഴിയാണ് വംശവർധന. സുഹൃത്തുക്കളെ, ഈ സസ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് വിദഗ്ധരുടെ അഭിപ്രായം ചോദിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക.